12 യാത്രക്കാർ. രാത്രി 12 മണി സമയത്ത് 7 കുതിരകളെ പൂട്ടിയ വണ്ടിയിൽ 12 യാത്രക്കാർ വന്നിറങ്ങി. എല്ലാവരും ആകാംക്ഷയോടെ അതിനുള്ളിൽ നിന്ന് ആരാ പുറത്തിറങ്ങുന്നതെന്നറിയാൻ നോക്കി നിന്നു. ആദ്യം ഇറങ്ങിയ ആളെ വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കി നിന്നത്. അയാൾ വളരെ തിരക്കുള്ള ഒരാളായിരുന്നു. ഈ വർഷത്തേക്കുള്ള പല പദ്ധതികളും ആലോചിക്കേണ്ടതുകൊണ്ട് ഞാൻ തിരക്കിലാണ്. എൻ്റെ പേര് ജനുവരി, ആദ്യത്തെ ആൾ പറഞ്ഞു. രണ്ടാമതിറങ്ങിയ ആൾ ആർത്തു ചിരിച്ച് കളിച്ച് ചിരിച്ചാണ് വന്നത്. ഞാൻ ഫെബ്രുവരി, എനിക്ക് കുറച്ച് ദിവസങ്ങളെ ആയുസ്സുള്ളൂ, അതിനാൽ ഉള്ള സമയം ഞാൻ സന്തോഷിക്കട്ടെ. മൂന്നാമത്തെയാൾ നഖം കടിച്ച് വളരെ ടെൻഷൻ അടിച്ചാണ് ഇറങ്ങിയത്. എല്ലാ പരീക്ഷകളും എൻ്റെ തലയിലാണ്, എന്നോട് കൂടുതൽ ചോദിക്കരുതേ, എൻ്റെ പേര് മാർച്ച്. നാലാമത്തെയാൾ നോക്കി നിൽക്കുന്നവർക്ക് വെള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു പേടകം കാണിച്ചു കൊടുത്ത് അതിൽ ചന്ദ്രനെ ഭദ്രമായി അടച്ചു സൂക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ആരോ ചെന്ന് ആ പേടകം തുറന്നു. അതിലൊന്നുമില്ലായിരുന്നു. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, നിങ്ങളെ ഏപ്രിൽ ഫുള്ളാക്കിയതാണ്, ഞാൻ ഏപ്രിലാണ്. അവിടെ വേണ്ട ബഹളമായി. ചിലർക്കു ദേഷ്യം വന്നു. അപ്പോൾ അഞ്ചാമതായി ഇറങ്ങി സുന്ദരിയായ ഒരു സ്ത്രീ ഒരു പാട്ടുപാടി. അത് മെയ് മാസമായിരുന്നു. പിന്നീട് 2 പേർ ഒരുമിച്ചിറങ്ങി വന്നു. അവരെ കണ്ടാൽ മഴക്കോട്ടും തൊപ്പിയും അണിഞ്ഞ് ഇരട്ട പെറ്റവരാണെന്ന് തോന്നുമായിരുന്നു. അവർ ജൂണും ജൂലൈയുമായിരുന്നു. ആഗസ്റ്റ് ഇറങ്ങിയത് പ്രസന്നമായ ചിരിയോടെ ഒരു കൊട്ട നേന്ത്രപ്പഴവുമായിട്ടാണ്. അതിനുശേഷം 2 പേർ കൃഷി സംബന്ധമായ ചർച്ചകളുമായി ഗൗരവം കലർന്ന മുഖഭാവവുമായി ഇറങ്ങി വന്നു. സെപ്റ്റംബറും ഒക്ടോബറുമായിരുന്നു അവർ ചർച്ച ചെയ്തിരുന്നത് എന്താണെന്ന് ആർക്കും കേൾക്കാനായില്ല. കാരണം അവരുടെ പിന്നിൽ വന്നയാൾ ഉച്ചത്തിൽ തുമ്മിക്കൊണ്ടിരുന്നു. അത് മഞ്ഞു തൊപ്പിയിട്ട നവംബർ ആയിരുന്നു. ഏറ്റവും അവസാനം ഇറങ്ങിയത് കമ്പിളി പുതച്ച് വടികുത്തി കണ്ടാൽ സാന്റാക്ലോസിന്റെ ഛായയുള്ള ഒരു അപ്പൂപ്പനാണ്. ഞാനാണ് ഡിസംബർ, അദ്ദേഹം പറഞ്ഞു. ഭൂമിയിലെ ജനങ്ങൾ അവരെ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. അവർ ഇപ്പോഴും നമ്മുടെ കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു.